പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336ന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലിൽ നടന്ന പരീക്ഷയിലാണ് ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 1 മാർക്കിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെ ഒക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് 1 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ഈ പേപ്പർ 100 മാർക്കിന്റെ ഒരു പേപ്പറാണ്. ഇത് നമുക്ക് ഏത് ഗ്രൂപ്പിൽ എടുക്കാൻ പറ്റുന്ന പേപ്പറാണ്. 60 മാർക്ക് പ്രാക്ടിക്കലാണ്, 32 മാർക്കാണ് തിയറി പരീക്ഷ. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരിക. എന്നിരുന്നാലും അതിന് 32ലേക്ക് കൺവേർട്ട് ചെയ്യും. ഏകദേശം 12-13 മാർക്കോളം നിങ്ങൾ എഴുതി പാസ്സായാൽ മതി. പിന്നെ 8 മാർക്ക് അസൈൻമെന്റ് ആണ്. 60 + 32 + 8 അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക് വരുന്നത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററും അവസാനത്തെ 10ാമത്തെ ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്. പിന്നെ 1 മാർക്കിന്റെ ഒക്കെ നമുക്ക് മിക്സഡ് ആണ്. മൊത്തം 10 ചാപ്റ്റർ ആണ് നമുക്ക് ഡാറ്റ എൻട്രിയിൽ ഉള്ളത്. അതിൽ 6 ചാപ്റ്റർ മാത്രമാണ് പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ളത്. അത് നന്നായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ്. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതാം. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. മലയാളം മീഡിയത്തിൽ എഴുതും. കാരണം ഈ ബ്രാക്കറ്റിൽ എടുത്ത് എഴുതുമ്പോൾ ഇതിൽ മലയാളം ഇല്ല. അപ്പൊ ഈ പരമാവധി 1 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ, 4 മാർക്കിന്റെ നിങ്ങൾക്ക് ഏത് ഭാഷയിലും ആണെങ്കിലും എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ്സ്, സൈക്കിൾ ആൻഡ് ഹയറാർക്കി ആർ എക്സാമ്പിൾ. ഈ പ്രോസസ്സും സൈക്കിളും ഹയറാർക്കിയും ഏതിന് ഉദാഹരണമാണ്? ഓട്ടോ ഷേപ്പ് ആണോ, സ്മാർട്ട് ഗ്രാഫിക്സ് ആണോ, ഫ്ലോ ചാർട്ട് ആണോ, കോളം ചാർട്ട് ആണോ? അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ സ്മാർട്ട് ഗ്രാഫിക്സ് ആണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈച്ച് എക്സൽ ഫയൽ എ വർക്ക് ബുക്ക് വിച്ച് ക്യാൻ ഹോൾഡ് മെനി. അതായത് എക്സലിന്റെ വർക്ക് ബുക്ക്, അങ്ങനെ കൂടുതൽ വർക്ക് ബുക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് എന്ത്? വർക്ക് ഷീറ്റ് ആണോ, സെൽ ഷീറ്റ് ആണോ, റോ ഷീറ്റ് ആണോ, കോളം ഷീറ്റ് ആണോ? വർക്ക് ബുക്കുകൾ കൂടുതലായി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വർക്ക് ഷീറ്റ്. അപ്പൊ കറക്റ്റ് ആൻസർ വർക്ക് ഷീറ്റ് ആണ്. മൂന്നാമത്തെ, ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ആണ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ആണ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വെൻ ടൈപ്ഡ് ഇൻ എ സെൽ? ഒരു ഫംഗ്ഷൻസ് ഇവിടെ എക്സാമ്പിൾ തന്നില്ല. ഈക്വൽ ടു മാക്സ്, മാക്സിമം കാണാനുള്ളത് എക്സലിന്റെ 8ാമത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈക്വൽ ടു മാക്സ് 15, 16, 2, 5, 15. ഇതിൽ ഏതാണ് മാക്സിമം വരുന്നത്? ഈക്വൽ ടു മാക്സ് ആണ് ഇതിൽ ഏറ്റവും വലുത്. മാക്സിമം ഏതാണെന്നുള്ളത് 15, 16, 2, 5, 15. ഇതിൽ ഏറ്റവും വലുത് ഏതാ? 18 ആണ്. അപ്പൊ ഇതിൽ 18, 15, 17, 16. കറക്റ്റ് ഏതാണ്? ഇതിൽ ഏറ്റവും വലുത് 18 ആണ്. 1 മാർക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. ഇത് അറിയാത്തവരാണെങ്കിൽ അടുത്ത ചോദ്യം, മാർക്ക് ദി ഫോളോയിങ് കറക്റ്റ് വാല്യൂ ഫ്രം ദി ഫോളോയിങ് ഈക്വൽ ടു ആവറേജ്. ആവറേജ് തന്നെ ശരാശരി എങ്ങനെ വരാം? 2, 3, 4, 5, 6. ഇവിടെ ശരാശരി കാണുന്നത് മൊത്തം പ്ലസ് ചെയ്യാം. 2, 3, 5, 5, 4, 9, 9, 5, 14, 6, 20. 20 ഡിവൈഡ്, മൊത്തം ടോട്ടൽ 20 ആണ്. 20 ഡിവൈഡ് ബൈ ഇതിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 20 ഡിവൈഡ് ബൈ 5 ഏകദേശം 4 വരും. അപ്പൊ ഇതിൽ 4 വരുന്നത് എ ആൻസർ ആണ്. എ ആണ് കറക്റ്റ് വരുന്നത്. ഈ 4ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഈസ് ദ ഡീഫോൾട്ട് ടെക്സ്റ്റ് അലൈൻമെന്റ് ഫൗണ്ട് ഇൻ വേർഡ്? മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിൽ ഡീഫോൾട്ട് ടെക്സ്റ്റ് അലൈൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? സെന്റർ ആണോ, റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ? ജസ്റ്റ് ഈ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത പാരഗ്രാഫ് ആയിക്കോട്ടെ, സെന്റൻസസ് ആയിക്കോട്ടെ, അത് സെന്ററിലേക്ക് ആക്കുക, ലെഫ്റ്റിലേക്ക് ആക്കുക, റൈറ്റിലേക്ക് ആക്കുക, ഇങ്ങനെയുള്ള അലൈൻമെന്റുകളാണ്. അപ്പൊ ഡീഫോൾട്ട് ടെക്സ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്പേസ് ബാർ കീ ഈസ് യൂസ്ഡ് ടു പുട്ട്. സ്പേസ് ബാർ കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്യാപ്പ് ഉണ്ടാക്കാനാണ്. 2 വേർഡ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പേസിന് വേണ്ടിയിട്ടാണോ? കോമ ബിറ്റ്വീൻ 2 വേർഡ്സ്, 2 വേർഡ്സ്, 2 വേർഡ്സിന്റെ ഇടയിൽ കോമ വരാനാണോ? ഹൈഫൺ ബിറ്റ്വീൻ 2 വേർഡ്സിന്റെ ഇടയിൽ ഹൈഫൺ വരാനാണോ? ലൈൻ ബിറ്റ്വീൻ 2 വേർഡ്സിന്റെ ഇടയിൽ ലൈൻ വരാനാണോ? അതിന്റെ കറക്റ്റ് ആൻസർ ഗ്യാപ്പ് ബിറ്റ്വീൻ അല്ലെങ്കിൽ സ്പേസ് ബിറ്റ്വീൻ 2 വേർഡിന്റെ ഇടയിൽ സ്പേസ് വരാനാണ്. ഇവ ഏകദേശം നമ്മൾ
ഇന്നത്തോടൊക്കെ അവസാനിപ്പിച്ചു. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അസൈൻമെന്റുകൾ ആവശ്യമുള്ളവർക്ക് അത് നൽകുന്നുണ്ട്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട രീതിയിൽ ക്ലാസ് അറേഞ്ച് ചെയ്യും. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകും. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്ത് എക്സാം നൽകും. പിന്നെ നമ്മൾ വേറൊരു +2 SSLC ബോസ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ളതാണ്. വീട്ടിലിരുന്ന് മൊബൈലിൽ ഇരുന്ന് SSLC +2 നിങ്ങൾക്ക് പരീക്ഷ ഓൺലൈനായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അത് നമ്മൾ നൽകുന്നുണ്ട്. ഡിഗ്രി അഡ്മിഷൻ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. 9037114679. ഓക്കെ, താങ്ക് യു.